നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാനിങ്ങനെ എപ്പോഴും സാരി കാണിക്കുന്നു, ചുരിദാർ സെറ്റ് കാണിക്കുന്നു, റണ്ണിങ് മെറ്റീരിയൽസ് കാണിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ ഒരു കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂമാണ് കാണിക്കുന്നത്. നമ്മൾ ഇപ്പം പൂണോളിൻ്റെ തന്നെ ഉള്ളൊരു നീഡിൽ മാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു. വളരെ നന്നായിട്ട് വിജയകരമായിട്ട് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ ട്രെൻഡായിട്ട് വന്നിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ കളക്ഷൻസിൻ്റെ ആ നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്സ്, അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ്, അങ്ങനെ വന്നിട്ടുള്ള ഒരു പുതിയ തീം കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള കല്യാണങ്ങളാണ്. ഈ ഈവനിങ് ഫങ്ഷന് അങ്ങനെയൊക്കെ വരുന്ന ഓരോരോ ഒക്കേഷൻസിലേക്കും നമുക്ക് ഈ ഒരു നോർത്ത് ഇന്ത്യൻ കോൺസെപ്റ്റാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളും ഒരുക്കത്തിലാണ്. എൻ്റെ മകൻ്റെയൊക്കെ ഒരു കല്യാണം വരുമ്പോഴേക്കും എങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു തീം വെഡ്ഡിങ് അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട്, അതോടൊപ്പം തന്നെ ബജറ്റ് ബൈ റേഞ്ചിലും ഒത്തിരി ഒരു വൺ ടൈം യൂസ് ചെയ്യാനായിട്ടുള്ളൊക്കെയുള്ള ഒരു ഒക്കേഷൻസിലേക്ക് ബജറ്റ് ബൈ റേഞ്ചിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുക്കുന്ന നമ്മളുടെ ഓൺ പ്രോഡക്ട്സും ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് നമ്മളുടെ വെഡ്ഡിങ്ങിൻ്റെ ബ്രൈഡാണ്, ഒരു ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂമാണ് ഇത്. വളരെ ഭംഗിയായിട്ട് രാജകീയമായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു മാനിക്വിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഹങ്ക സെറ്റിൽ ഇങ്ങനെ ബ്രൈഡിനെ ഒരുക്കി. ഇതാണ് നമ്മളുടെ ഗ്രൂമിൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മളുടെ ഒരു കോസ്റ്റ്യൂമാണ്. അപ്പം ഇതിങ്ങനെ ഒരു ഈവനിങ് വെഡ്ഡിങ്ങും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്സസറീസ് ആണ്. ആ ഈവനിങ്ങിൽ വരുന്ന ഒരു വാം ലൈറ്റിൻ്റെ ആ ഒരു ഫീൽഡിൽ വന്നിട്ട് നമുക്ക് ഈ ഹാൻഡ് വർക്കൊക്കെ ഇങ്ങനെ ഇത്ര ഹൈലൈറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയിൽ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെ വരുന്ന രീതിയിലാണ് ഗ്രൂമിൻ്റെ ആക്സസറീസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സർദോസി വർക്ക് ആൻഡ് കട്ട് ബീഡ് ആൻഡ് മുകേഷ് ആ ഒരു സ്റ്റോൺ വർക്ക് അതാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രൈഡിൻ്റെ കളർ കോമ്പിനേഷനിൽ ഒരു ടർബൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കും നമുക്ക് ആക്സസറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കേരള ട്രഡീഷണൽ, അതോടൊപ്പം നോർത്ത് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അങ്ങനെ വരുന്ന തീം വെഡ്ഡിങ്, അതിനെ പറ്റിയിട്ടൊക്കെയുള്ള നമ്മുടെ കളക്ഷൻസാണ് ഇന്ന് നമ്മൾ പൂണോളിൻ്റെ നീഡിൽ മാൻ ആ ഒരു സെക്ഷനിലേക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ലെഹങ്ക സെറ്റ്, ഇതെല്ലാം അഫോർഡബിൾ പ്രൈസിലാണ്. പൂണോളിൽ വരുമ്പോഴേക്കും നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന, വളരെ പ്രൗഡ്ലി പ്രസൻറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കോസ്റ്റ്യൂമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോസ്റ്റ്യൂം വരുന്നത്. ഗ്രൂമിന് പറ്റിയിട്ടുള്ള ഒരു ഷെർവാണി പാറ്റേണിലേക്ക് വളരെ ഫൈൻ ഫിനിഷിംഗ് ആയിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷനാണ്. ഇതിൻ്റെ ഷോ ബട്ടൺ വരുന്നത് സർദോസിയും ത്രെഡും കൂടെ വന്നിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ഷോ ബട്ടൺസ് ആണ്. എല്ലാം ചൈനീസ് കോളറിലാണ്. ഈ കോളറും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സർദോസി വർക്ക്, ത്രെഡ് വർക്ക് വിത്ത് പോക്കറ്റ്. പിന്നെ ഇതിങ്ങനെ ഒരു കളർ ടോൺ ആണ്. ഇതിപ്പോൾ നമുക്ക് ചർച്ച് വെയർ ആയിട്ടും യൂസ് ചെയ്യാം. കാരണം ബ്രൈഡിൻ്റെ സാരിയും വരുന്നത് ഇതിനോട് ചേർന്ന് പോകുന്ന പേസ്റ്റൽ കളറാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ബ്രൈഡ് ആൻഡ് ഗ്രൂം ഇതിപ്പോൾ ഈ ഒരു സെയിം കളർ ടോൺ തന്നെ നമുക്ക് ബ്രൈഡിനും സെറ്റ് ചെയ്തെടുക്കാം. ലെഹങ്കയും അങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഡയബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് സാരീസ് ചെയ്തെടുക്കാം. പാർട്ടി വെയർ ആയിട്ടുള്ള ഏത് ഒരു കോസ്റ്റ്യൂമും നമുക്ക് ബ്രൈഡിന് വേണ്ടിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ ഇന്ന് ഈ കാണിക്കുന്നത്. ഇത് ഇന്ന് ഗ്രൂമിന് വേണ്ടിയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. വളരെ ഭംഗിയുള്ള, വളരെ ക്ലാസി ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഗ്രൂമിൻ്റെ ഈ ഒരു കളക്ഷൻ വരുന്നത് ഗോൾഡനിൽ സെൽഫ് പ്രിൻ്റ് വന്നിട്ട്, ഇതൊരു ബനാറസി കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിലേക്ക് സെൽഫ് പ്രിൻ്റ് ആയിട്ടൊരു റെഡിഷ് മെറൂൺ, ശരിക്കും ആ ബ്രൈഡിൻ്റെ മന്ത്രകോടിയുടെ ഒക്കെ ഒപ്പം തന്നെ കളർ കോമ്പിനേഷനിൽ വരുന്ന ഈവനിങ് ഫങ്ഷനും ചേർന്ന് പോകുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതാണ് സ്ലീവിൻ്റെ എൻഡിലോട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. സർദോസി പ്ലസ് ത്രെഡ് വർക്ക്. ഷോ ബട്ടണിലേക്കും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. പോക്കറ്റ് വളരെ ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ചർച്ച് വെയർ ആയിട്ടും നമുക്ക് ഈവനിങ് ഫംഗ്ഷനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്.
ഈ ഒരു കോസ്റ്റ്യൂം വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ, പിസ്ത ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വിത്ത് വൈറ്റ് ത്രെഡ് കോംബോ വരുന്നു. ഇതിലേക്ക് പിന്നെ ആഡ് ഓൺ വർക്കായിട്ട് വന്നിരിക്കുന്നത് ഈ വൈറ്റ് ത്രെഡ് ആൻഡ് വാട്ടർ സീക്വൻസ്. അതോടൊപ്പം തന്നെ ഹൈലൈറ്റ് ചെയ്ത് പോയിരിക്കുന്നതും ആ സെയിം കളർ ടോണിൽ തന്നെ വന്നിട്ട് സർദോസി പേള് ത്രെഡ് ഇത് വെച്ചിട്ടുള്ള ഷോ ബട്ടൺ ആണ്. ചൈനീസ് കോളർ നെക്ക് പാറ്റേൺ ആണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റാവുന്ന കളക്ഷൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരു വൺ ടൈം യൂസ് അല്ലാതെ തന്നെ വീണ്ടും ഒരു കപ്പിൾ കോംബോ പോലെ നമുക്ക് ഒരു പാർട്ടിക്ക് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം. കാരണം അത്രയും ഷൈനിങ് വരുന്നില്ല, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ഏറ്റവും പേസ്റ്റൽ കളറിൽ വന്നിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ്. ഈ ഒരു കോസ്റ്റ്യൂം വരുന്നത് ഏറ്റവും ഒരു പേസ്റ്റൽ കളറിൽ വന്നിട്ട് ഒരു ഷാമ്പയിൻ പിങ്ക് ആ ഒരു കോമ്പിനേഷനാണ്. അതോടൊപ്പം തന്നെ വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നു, ഒരു മൈൽഡ് ഗോൾഡൻ സീക്വൻസ് അങ്ങനെ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഹാൻഡ് വർക്കിൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഒരു കോസ്റ്റ്യൂമാണിത്. ഇതിൻ്റെ ഷോ ബട്ടൺ ഇതുപോലെ തന്നെ വളരെ റിച്ച് ഫീലാണ്. ഒരു നല്ല ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് അല്ലെങ്കിൽ മോർണിംഗ് ചർച്ച് വെയർ ആയിട്ട് അങ്ങനെ വരുന്ന വളരെ ഭംഗിയുള്ള ഒരു എന്താ പറയുക, അത്ര ഒരു പ്രൗഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗ്രൂമിൻ്റെ കോസ്റ്റ്യൂമാണിത്. നമ്മളുടെ ഈ കളക്ഷന് പെയർ ചെയ്ത് പോകുന്നത് ഒരു വൈറ്റ് പാൻറ്റാണ്. വൈറ്റ് ഒരു ഇതാണ് കോമ്പിനേഷൻ വരുന്നത്. കാരണം ഒരു പേസ്റ്റൽ കളറിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു കോമ്പിനേഷനാണ്. നമ്മളുടെ ഓരോ കോസ്റ്റ്യൂമിലേക്കും വരുന്നുണ്ട് ഇതിന് ചേർന്ന് പോകുന്ന പാൻറ്റ്. ഇതിങ്ങനെ പൈജാമ പോലെ ചുരുക്കിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്ത് വരുന്ന നമ്മൾ ഈ മാനിക്യൂൻ സെറ്റ് ചെയ്തിരിക്കുന്നതിൽ പോലും ആ ഒരു സെയിം കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഈ ഒരു സെറ്റിലേക്ക് വരുന്നത്. ഈ ഒരു കോസ്റ്റ്യൂം വരുന്നത് ഒരു വൈറ്റ് ആൻഡ് സിൽവർ കോമ്പിനേഷനിലാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡ് വർക്ക്, മിറർ വർക്ക് പോലെ ഇങ്ങനെ തോന്നുന്ന ഒരു വാട്ടർ സീക്വൻസ്, അതിനാണ് ആ ഒരു സിൽവർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ റെയിൻബോ കട്ട് ബീഡ് പോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്ക്, അതാണ് ഈ ഷോ ബട്ടണിലേക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൈനീസ് കോളറിൻ്റെ ഈ നെക്ക് പാറ്റേണിലേക്കും പേള് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ കട്ട് ബീഡ് അങ്ങനെ വന്നിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇത് ഫുൾ ത്രെഡ് വർക്കാണ്, ഫുൾ ഹാൻഡ് വർക്കാണ്, വളരെ ഒരു റിച്ച് ലുക്കാണ് ഇതിന് വരുന്നത്. നമ്മളുടെ ബ്രൈഡ് ഇപ്പം ഏതൊരു ഡാർക്കർ ടോണിൽ വന്നിട്ടുള്ള കോസ്റ്റ്യൂം ധരിച്ചാൽ പോലും ഈ വൈറ്റ് ആൻഡ് സിൽവർ കോമ്പിനേഷനിലേക്ക് വരുമ്പോഴേക്കും നല്ലൊരു മാച്ചിങ് ആണ്. ഒരു മിക്സ് ആൻഡ് മാച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇപ്പം സെയിം കളർ ടോൺ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഏതൊരു ഡാർക്കർ ടോണിൽ വന്നിട്ട് ബ്രൈഡിന് ഇപ്പോൾ ഏതൊരു കളർ കോമ്പിനേഷൻ ആയാലും മാച്ച് ചെയ്ത് പോകുന്ന ഒരു കളക്ഷനാണിത്. ഈ ഒരു ഔട്ട്ഫിറ്റ് വരുന്നത് ഒരു സാൻഡൽ കളറിലാണ്. വളരെ ഭംഗിയുള്ള ഒരു റിച്ച് കോമ്പിനേഷനാണ്. ഒരു ലൈറ്റ് ഗോൾഡൻ വാട്ടർ സീക്വൻസ് വരുന്നു. ഇതിനെ എംബോസ് ചെയ്തിരിക്കുന്നത് ഒരു ഗോൾഡൻ ത്രെഡ് വർക്കിലാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഷോ ബട്ടണിലേക്കും ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ് വരുന്നത്. ചൈനീസ് കോളറിൽ മൈൽഡ് ഗോൾഡൻ ഒരു കളർ കോമ്പിനേഷനാണ് ത്രെഡ് വർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ പേളിലേക്കുള്ള കളർ കോമ്പിനേഷൻ വരുന്നത്. ഇത് നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിനും കൂടെ ജുബ്ബ ബോട്ടം വരുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് വേണമെങ്കിൽ ധോത്തിയുടെ കൂടെയും യൂസ് ചെയ്യാം. കാരണം ഇതൊരു കളർ കോമ്പിനേഷനും ആ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ബ്രൈഡൽ വരുമ്പോഴേക്കും ഒരു ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം, ടെമ്പിൾ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ആ ഒരു കളർ കോമ്പിനേഷനിലേക്ക് വരുമ്പോഴേക്കും നല്ലൊരു ഗോൾഡൻ റെഡിഷ് മെറൂൺ അങ്ങനെ വരുന്ന ബ്രൈഡിൻ്റെ ഏതൊരു കോസ്റ്റ്യൂമിലേക്കും ചേർന്ന് പോകുന്ന ഒരു ഔട്ട്ഫിറ്റാണിത്. അങ്ങനെ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബ്രൈഡിനും ഗ്രൂമിനും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന, മെയിൻലി നമ്മളുടെ ഗ്രൂമിനാണ് അത്തരത്തിലുള്ള കോസ്റ്റ്യൂമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ പുറത്തുള്ള ഒരുപാട് കസ്റ്റമറൊക്കെ വെഡ്ഡിങ്ങിലേക്ക് ബ്രൈഡിന് വേണ്ടുന്ന മന്ത്രകോടി എടുക്കുന്നുണ്ട്, ലെഹങ്ക എല്ലാം മെയ്ഡ് ബൈ പൂണോളിൽ എന്നുള്ള കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രൂമിനുള്ള ഒരു നിരന്തരമായിട്ടുള്ള എൻക്വയറി ഉണ്ടായിരുന്നു. നമ്മളുടെ NRIs ഒക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും തന്നെ നമുക്ക് ഈ കേരളത്തിലും നമ്മളുടെ ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ നമ്മളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഗ്രൂമിൻ്റെയൊക്കെ ഒരുപാട് കോസ്റ്റ്യൂം നമ്മുടെ കസ്റ്റമൈസേഷനായിട്ട് തന്നെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.